നമസ്കാരം. 24 റൗണ്ടപ്പിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജിൻ സി കണ്ണൻ. നോക്കാം വിശദമായ റിപ്പോർട്ടുകൾ. രാഷ്ട്രീയ വിവാദങ്ങൾക്കിടെ പമ്പാ തീരത്ത് നാളെ നടക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ഒരുക്കങ്ങൾ പൂർണ്ണം. ഉദ്ഘാടകനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ പമ്പയിലെത്തി. VIP-കൾ ഉൾപ്പെടെ 3000 പ്രതിനിധികൾ സംഗമത്തിന്റെ ഭാഗമാകും. സംഗമത്തിലെ ക്ഷണിച്ചവരിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള മന്ത്രിമാർ മാത്രമാണ് പങ്കെടുക്കുകയെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് 24 പറയാം. നാളെ രാവിലെ 9:30-ക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഗോള അയ്യപ്പ സംഗമം ഉദ്ഘാടനം ചെയ്യും. VIP-കൾ ഉൾപ്പെടെ 3000 പ്രതിനിധികൾ സംഗമത്തിന്റെ ഭാഗമാകും. സംഗമത്തിൽ 3 സെക്ഷനുകളായാണ് ചർച്ച. സംഗമത്തിലേക്ക് ഡൽഹി ലഫ്റ്റനന്റ് ഗവർണറെ ഉൾപ്പെടെ ക്ഷണിച്ചെങ്കിലും തമിഴ്നാട്ടിൽ നിന്നുള്ള മന്ത്രിമാർ മാത്രമാണ് പങ്കെടുക്കുക. തമിഴ്നാട്ടിൽ നിന്ന് മന്ത്രിമാർ വരുന്നുണ്ട്. കർണാടകത്തിൽ നിന്നൊരു മന്ത്രി വരുമെന്ന് പറഞ്ഞിരുന്നു. ഞങ്ങൾ ഇത് സംഘടിപ്പിക്കുന്നത് അയ്യപ്പ ഭക്തരുടെ ഒപ്പീനിയനും അതുപോലെ തന്നെ അഭിപ്രായവും തേടുന്നതിന് വേണ്ടിയിട്ടാണ്. മുഴുവൻ പ്രതിനിധികൾക്കും താമസ സൗകര്യം, യാത്രാ സൗകര്യം ഉൾപ്പെടെ ക്രമീകരിച്ചിട്ടുണ്ട്. പരിപാടിയുടെ ഭാഗമായി പോലീസ് അധിക സുരക്ഷ ഏർപ്പെടുത്തി. SNDP, NSS ഉൾപ്പെടെയുള്ള സംഘടനകൾ പരിപാടിയുടെ ഭാഗമാകും. ശബരിമലയിൽ സമുദായത്തിന്റെ അവകാശങ്ങൾ ഇല്ലാതാക്കിയത് ദേവസ്വം ബോർഡാണെന്ന് ആരോപിച്ച് ഐക്യ മലയാളീയ മഹാസഭ പങ്കെടുക്കില്ല. വിളിക്കാത്ത സദ്യ ഉണ്ണാൻ പോകില്ലെന്ന് യോഗക്ഷേമ സഭ പ്രതികരിച്ചു. നാളെയാണ് ആഗോള അയ്യപ്പ സംഗമം. ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ്. വിവാദങ്ങളില്ലാതെ പരിപാടി അവസാനിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. ക്യാമറമാൻ സഞ്ജയ് ഇക്ബാലിനൊപ്പം എ വിജയശങ്കർ, 24 പത്തനംതിട്ട. ഇപ്പോൾ ലഭിക്കുന്ന ഒരു വാർത്തയിലേക്ക്. കണ്ണൂർ കോലത്തുവയലിൽ ഗൃഹനാഥൻ കുഴഞ്ഞു വീണു മരിച്ചു. കോലത്തുവയൽ സ്വദേശി സതീഷ് ചന്ദ്രമോഹനാണ് മരിച്ചത്. രാത്രി ഒരു സംഘം ഇയാളുടെ മകനുമായി വാക്കുതർക്കത്തിൽ ഏർപ്പെട്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് കുഴഞ്ഞു വീണത്. അരുൺ പൂപ്പറമ്പ കണ്ണൂരിൽ നിന്ന് ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി. അരുൺ, ദൗർഭാഗ്യകരമായ സംഭവമാണ്. എന്താണ് സംഭവിച്ചത് അവിടെ? പ്രജിൻ, രാത്രി 9 മണിയോടെയാണ് ഈ സംഭവം ഉണ്ടായത്. ഒരു സംഘം ആൾക്കാർ ഈ സതീഷ് ചന്ദ്രമോഹന്റെ വീട്ടിലേക്ക് എത്തി. അവിടെ ഈ സതീഷ് ചന്ദ്രമോഹന്റെ മകനുമായി ചില വാക്കുതർക്കത്തിൽ ഏർപ്പെട്ടു എന്നതാണ് പോലീസ് പറയുന്നത്. അതിന് തൊട്ടു പിന്നാലെ അവർ വീട്ടിൽ നിന്ന് ഇറങ്ങിയതിന് പിന്നാലെയാണ് ഈ സതീഷ് ചന്ദ്രമോഹൻ കുഴഞ്ഞു വീണത്. പിന്നീട് ആശുപത്രിയിലേക്ക് എത്തിച്ച് അവിടെ ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത്. ഇപ്പോൾ പോലീസ് പ്രാഥമികമായിട്ടുള്ള അന്വേഷണം നടത്തി. പോലീസ് പറയുന്നത് ഇങ്ങനെയാണ്: ചില സാമ്പത്തിക തർക്കം ഈ വീട്ടിലെത്തിയ സംഘവും ഈ സതീഷ് ചന്ദ്രമോഹന്റെ മകനുമായിട്ടുണ്ടായിരുന്നു. ഈ തർക്കത്തിന്റെ ഭാഗമായിട്ടാണ് അവർ വീട്ടിലെത്തുകയും അങ്ങനെ ഒരു പ്രശ്നം അവിടെ ഉണ്ടാവുകയും ചെയ്തത്. ഇതിന് തൊട്ടു പിന്നാലെ ഈ സതീഷ് ചന്ദ്രമോഹൻ കുഴഞ്ഞു വീഴുകയും ചെയ്തു. എന്തായാലും അതിൽ കൂടുതൽ അന്വേഷണം വേണം എന്നതാണ് പോലീസ് പറയുന്നത്. എന്താണ് ഇവർ തമ്മിലുള്ള സാമ്പത്തിക ഇടപാട് ഉൾപ്പെടെ പോലീസ് അന്വേഷിക്കും എന്നതാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ സതീഷ് ചന്ദ്രമോഹന്റെ മരണകാരണം വ്യക്തമാകാൻ പോസ്റ്റ്മോർട്ടം നടത്തണം. അതിന്റെ റിപ്പോർട്ട് കൂടി ലഭിക്കണം എന്നതാണ് പോലീസ് പറയുന്നത്. എന്തായാലും ഈ കാര്യത്തിൽ പോലീസ് വളവട്ടണം പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ശരി, അരുൺ പൂപ്പറമ്പയാണ് കണ്ണൂരിൽ വിശദാംശങ്ങൾ നൽകിയത്. CPIM നേതാവ് KJ ഷൈനും വൈപ്പിൻ MLA KN ഉണ്ണികൃഷ്ണനെതിരായ സൈബർ അധിക്ഷേപത്തിൽ പ്രതിപക്ഷ നേതാവിനെതിരെ CPIM VD സതീശന്റെ ബോംബ് ഇതുപോലത്തെ ബോംബാണെന്ന് കരുതിയില്ലെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. പ്രതിപക്ഷ നേതാവിന്റെ അറിവോടെയാണ് സൈബർ ആക്രമണമെന്നാണ് KJ ഷൈന്റെ ആരോപണം. KJ ഷൈൻ നൽകിയ അധിക്ഷേപ പരാതിയിൽ സൈബർ പോലീസ് കേസെടുത്തിട്ടുണ്ട്. KJ ഷൈനും KN ഉണ്ണികൃഷ്ണനുമെതിരെ കേട്ടാലറയ്ക്കുന്ന കള്ളപ്രചരണം നടത്തുന്നുവെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. VD സതീശൻ ഉണ്ടാക്കിയെടുത്ത ബോംബാണെന്ന് പറയുന്നില്ലെന്നും എന്നാൽ സതീശൻ ഉൾപ്പെട്ട നേതൃത്വത്തിന്റെ അറിവില്ലാതെ കോൺഗ്രസ് സൈബർ വിഭാഗം ഇത്തരമൊരു കാര്യം ചെയ്യില്ലെന്നും MV ഗോവിന്ദൻ. പറവൂർ കേന്ദ്രീകരിച്ചാണ് ആസൂത്രണം നടന്നത്. പറവൂർ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ അരങ്ങേറ്റം എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷ നേതാവിന്റെ അറിവില്ലാതെ കോൺഗ്രസ് സൈബർ വിഭാഗം ഇത്തരം ഒരു നിലപാട് സ്വീകരിക്കുമെന്ന് നിങ്ങൾ ആരെങ്കിലും കരുതുന്നുണ്ടോ? ഒരു തരം ജീർണമായ സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ് കോൺഗ്രസ്. ആർക്കും കോൺഗ്രസിനെ രക്ഷപ്പെടുത്താൻ എനിക്ക് കഴിയില്ല. പ്രതിപക്ഷ നേതാവിന്റെ അറിവോടെയാണ് സൈബർ ആക്രമണമെന്നാണ് KJ ഷൈന്റെയും ആരോപണം. ഒരു പ്രസ്ഥാനത്തെ സംബന്ധിച്ച് ആ പ്രസ്ഥാനത്തിലുള്ള ഉത്തരവാദിത്തപ്പെട്ടവരുടെ പോസ്റ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ അതവർ അറിയാതിരിക്കില്ല എന്നാണ് ആ ഒരു ബോധ്യമാണ് എനിക്കുള്ളത്. എന്നാൽ ആരോപണം VD സതീശൻ തള്ളി. ആരെവിടെ ഈ കേസ് ഇങ്ങനത്തെ കേസ് ഉണ്ടായാലും പ്രതിപക്ഷ നേതാവിന് എൻ്റെ വീട്ടിലേക്ക് മാർച്ച് ഞാൻ എന്ത് ചെയ്തിട്ടാണ്? KJ ഷൈൻ നൽകിയ അധിക്ഷേപ പരാതിയിൽ ആലുവ സൈബർ പോലീസ് കേസെടുത്തു. ഓൺലൈൻ മാധ്യമങ്ങൾക്കും കോൺഗ്രസ് അനുകൂല സോഷ്യൽ മീഡിയ പേജുകൾക്കും എതിരെയാണ് കേസ്. സൈബർ അധിക്ഷേപത്തിൽ വൈപ്പിൻ MLA KN ഉണ്ണികൃഷ്ണനും പരാതി നൽകിയിട്ടുണ്ട്. DGPക്കും മുഖ്യമന്ത്രിക്കും വൈപ്പിൻ ഉൾപ്പെടുന്ന മുനമ്പം DYSPക്കും ആലുവ SPക്കും എല്ലാം ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്. അതേസമയം KJ ഷൈനിന്റെ പേര് പറയാതെ പോസ്റ്റ് പങ്കുവച്ചുവെന്ന് കോൺഗ്രസ് പ്രാദേശിക നേതാവ് ഗോപാലകൃഷ്ണൻ സമ്മതിച്ചു. 24 കൊച്ചി.
ലൈംഗിക ആരോപണ വിവാദങ്ങൾക്കിടെ മണ്ഡലമായ പാലക്കാട് എത്താൻ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ നീക്കം. നാളെ പാലക്കാട് എത്താനാണ് രാഹുലിന്റെയും അനുകൂലിക്കുന്നവരുടെയും തീരുമാനം. രാഹുലിന് മണ്ഡലത്തിൽ വരാൻ ഒരു വിലക്കുമില്ല എന്നാണ് VK ശ്രീകണ്ഠൻ MP പ്രതികരണം. കഴിഞ്ഞ ദിവസം പാലക്കാട് മണ്ഡലത്തിലെ കോൺഗ്രസ് നേതാക്കൾ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കണ്ടതും മണ്ഡലത്തിലേക്കുള്ള രാഹുലിന്റെ വരവിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ തന്നെയായിരുന്നു. ഇന്ന് കൂടിക്കാഴ്ചയുടെ ചിത്രങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നാളെ മണ്ഡലത്തിലേക്ക് എത്താൻ ഒരുങ്ങുന്നത്. പ്രൊഫഷണൽ കോൺഗ്രസിന്റെ കോൺക്ലേവ് ഞായറാഴ്ച പാലക്കാട് നടക്കുന്നുണ്ടെങ്കിലും രാഹുലിനെ പരിപാടിയിൽ പങ്കെടുപ്പിക്കേണ്ടതില്ല എന്ന നിലപാടിലാണ് DCC നേതൃത്വം. രാഹുൽ മണ്ഡലത്തിലെത്തിയാൽ ഏതു തരത്തിൽ പ്രതിഷേധിക്കണമെന്നതിനെക്കുറിച്ച് BJPയും DYFIയും ആലോചന തുടങ്ങിയിട്ടുണ്ട്. അതേസമയം രാഹുലിനെ ന്യായീകരിച്ച VK ശ്രീകണ്ഠൻ MP വീണ്ടും രംഗത്തെത്തി. MLA എന്നുള്ള നിലയിലുള്ള അദ്ദേഹത്തിന്റെ ഔദ്യോഗിക കൃത്യനിർവഹണം നടത്താൻ യാതൊരു നിയമ തടസ്സവുമില്ല. തടസ്സമുണ്ടെങ്കിൽ സ്പീക്കറാണ് പറയേണ്ടത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയും അദ്ദേഹത്തെ പിന്തുണച്ച രമേശ് പിഷാരടിക്കെതിരെയും ഫേസ്ബുക്ക് പോസ്റ്റുമായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി നീതു വിജയനും രംഗത്തെത്തി. വിവിധ ബ്യൂറോകൾക്കൊപ്പം ശ്രീകുമാരൻ, 24 പാലക്കാട്. ഗസയിൽ വെടിനിർത്തൽ ആവശ്യപ്പെടുന്ന UN രക്ഷാസമിതിയുടെ പ്രമേയം വീറ്റോ ചെയ്ത് അമേരിക്ക. ഇത് 6ാം തവണയാണ് പ്രമേയം അമേരിക്ക വീറ്റോ ചെയ്യുന്നത്. ഗസ സിറ്റിയിലേക്ക് 2 ദിശകളിൽ നിന്നും ഇസ്രായേൽ സൈന്യം മുന്നേറുകയാണെന്ന് സൈനിക വക്താവ് നദവ് ഷോഷാനി വ്യക്തമാക്കി. ഗസയിൽ ഇന്നലെ നടന്ന ആക്രമണങ്ങളിൽ 40 പേരാണ് കൊല്ലപ്പെട്ടത്. UN രക്ഷാസമിതിയിലെ 15-ൽ 14 അംഗങ്ങളും ഗസയിലെ വെടിനിർത്തലിനെ അനുകൂലിച്ചപ്പോൾ അമേരിക്ക വീറ്റോ ചെയ്യുകയായിരുന്നു. ഗസയിൽ അടിയന്തരമായ നിരുപാധികമായ വെടിനിർത്തൽ ആവശ്യപ്പെടുന്ന പ്രമേയം ഹമാസ് തടവിലാക്കിയ എല്ലാ തടവുകാരെയും മോചിപ്പിക്കാനും ഗസയിലേക്ക് മാനുഷിക സഹായത്തിനുള്ള നിയന്ത്രണങ്ങൾ നീക്കാനും ആഹ്വാനം ചെയ്യുന്നതായിരുന്നു. അതിനിടെ വടക്കൻ ഗസയിലേക്ക് 2 ദിശകളിൽ നിന്നും ഇസ്രയേൽ സൈന്യം മുന്നേറുകയാണെന്ന് ഇസ്രയേൽ സൈനിക വക്താവ് നദവ് ഷൊഷാനി വ്യക്തമാക്കി. ഡ്രോണുകളും യുദ്ധവിമാനങ്ങളും റിമോട്ട് നിയന്ത്രിത സ്ഫോടനങ്ങളും ഉപയോഗിച്ച് ജനവാസ കേന്ദ്രങ്ങളിൽ പരിഭ്രാന്തി പരത്തി ആളുകളെ തെക്കൻ ഗസയിലേക്ക് ഓടിക്കാനാണ് ശ്രമം. ഗസയിലേക്ക് സഹായം എത്തിക്കാനുള്ള എല്ലാ വഴികളും ഇസ്രയേൽ അടച്ചെന്നും ഗസ ഭക്ഷ്യക്ഷാമത്തിലേക്ക് നീങ്ങുകയാണെന്നും UN ഹ്യൂമാനിറ്റേറിയൻ ഓഫീസ് വ്യക്തമാക്കി. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കിയർ സ്റ്റാർമറും നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ സ്വതന്ത്ര പലസ്തീൻ എന്ന കിയർ സ്റ്റാർമറുടെ പ്രസ്താവന ട്രംപ് പിന്തുണച്ചില്ല. ഇന്റർനാഷണൽ ഡെസ്ക്, 24. സൗദി അറേബ്യയും പാകിസ്ഥാനുമായുള്ള പ്രതിരോധ കരാറിൽ പ്രതികരണവുമായി ഇന്ത്യ. സൗദി അറേബ്യ ഇന്ത്യയോട് തന്ത്രപരമായ പങ്കാളിത്തം നിലനിർത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺദീപ് ജയ്സ്വാൾ പറഞ്ഞു. അമേരിക്കയുമായുള്ള വ്യാപാര കരാറിൽ ശുഭപ്രതീക്ഷയെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. സൗദി അറേബ്യയും പാകിസ്ഥാനുമായുള്ള പ്രതിരോധ കരാർ ഇന്ത്യ വിശദമായി പരിശോധിക്കും. രാജ്യതാൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും എല്ലാ മേഖലകളിലും സുരക്ഷ ഉറപ്പാക്കുന്നതിനും സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. സൗദിയും ഇന്ത്യയുമായുള്ളത് വർഷങ്ങൾ നീണ്ട സൗഹൃദം. India and Saudi Arabia, we have a wide-ranging strategic partnership which has deepened in the last several years considerably. We expect that this strategic partnership will keep in mind mutual interest and sensitivities. പാകിസ്ഥാനുമായുള്ള സൗദിയുടെ കരാറിൽ ഇരു രാജ്യങ്ങളെയും ആരാക്രമിച്ചാലും ഒന്നിച്ച് പ്രതിരോധിക്കുമെന്നാണ് വ്യവസ്ഥ. ഇതിൽ ഇന്ത്യയുടെ നിലപാട് നിർണായകമാണ്. ഇന്ത്യ US വ്യാപാര കരാർ ചർച്ചകളിൽ ശുഭപ്രതീക്ഷയുണ്ട്. നിലവിലെ ചർച്ചകൾ ഇരു രാജ്യങ്ങളുമായുള്ള ബന്ധം പുതിയ തലത്തിലേക്ക് എത്തിക്കുമെന്നും രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. ഇറാനിലെ ചബഹാർ തുറമുഖ പദ്ധതിയിലെ ഉപരോധ ഇളവുകൾ പിൻവലിച്ച നടപടി അമേരിക്ക പുനഃപരിശോധിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും MEA വക്താവ്. പാകിസ്ഥാനെ ആശ്രയിക്കാതെ ഇന്ത്യക്ക് മധ്യേഷ്യൻ രാജ്യങ്ങളുമായി വാണിജ്യ ഇടപാട് നടത്താൻ സഹായിക്കുന്ന തുറമുഖമാണ് ചബഹാർ. റിസർച്ച് ഡെസ്ക്, 24. സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ഒരാൾ കൂടി മരിച്ചു. തൃശൂർ ചാവക്കാട് സ്വദേശി റഹീമാണ് മരിച്ചത്. ഇയാൾക്ക് എവിടെ നിന്നാണ് രോഗം സ്ഥിരീകരിച്ചത് എന്ന് വ്യക്തമായിട്ടില്ല. ഇതോടെ കഴിഞ്ഞ 2 മാസത്തിനിടെ മരിച്ചവരുടെ എണ്ണം 7 കടുത്ത ശാരീരിക അവശതകൾ പ്രകടിപ്പിച്ച് ബുധനാഴ്ച കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ച റഹീം ഇന്ന് വൈകിട്ടാണ് മരിച്ചത്. ആശുപത്രിയിലെത്തിക്കുമ്പോൾ തന്നെ റഹീം അബോധാവസ്ഥയിലായിരുന്നുവെന്നാണ് ആരോഗ്യപ്രവർത്തകർ പറയുന്നത്. ഇതോടെ കഴിഞ്ഞ 2 മാസത്തിനിടെ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 7 10 പേരാണ് നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്നത്. ഇന്നലെ ഒരാൾ രോഗമുക്തി നേടിയതിനെ തുടർന്ന് ആശുപത്രി വിട്ടിരുന്നു. രോഗം പടരുന്ന സാഹചര്യത്തിൽ കുളങ്ങളും പൂളുകളും ക്ലോറിനേറ്റ് ചെയ്യാൻ വിവിധ ജില്ലാ ഭരണകൂടങ്ങൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 24 കോഴിക്കോട്.
സംസ്ഥാന സർക്കാരിന്റെ വികസന സദസ്സ് വിഷയത്തിൽ മലക്കം മറിഞ്ഞ് മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ കമ്മിറ്റി. സ്വന്തം നിലയിൽ വികസന സദസ്സുകൾ സംഘടിപ്പിക്കും എന്നാണ് പറഞ്ഞതെന്ന് ലീഗ് ജില്ലാ കമ്മിറ്റിയുടെ വിശദീകരണം. വികസന സദസ്സിനോട് സഹകരിക്കില്ല എന്ന UDF തീരുമാനത്തെ നേരത്തെ മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ കമ്മിറ്റി തള്ളിപ്പറഞ്ഞിരുന്നു. തദ്ദേശ വകുപ്പും PRDയും ചേർന്ന തദ്ദേശ സ്ഥാപനങ്ങളിൽ ഈ മാസം 22 മുതൽ അടുത്ത മാസം 20 വരെയാണ് വികസന സദസ്സുകൾ സംഘടിപ്പിക്കുന്നത്. സദസ്സ് ദൂർത്താണെന്നും സഹകരിക്കില്ലെന്നും UDF സംസ്ഥാന നേതൃത്വം നേരത്തെ വ്യക്തമാക്കിയിരുന്നു. വികസന സദസ്സ് ഗംഭീരമായി നടത്തണം, പങ്കെടുത്തില്ലെങ്കിൽ CPIMന്റെ പരിപാടിയായി മാറുകയും സർക്കാർ നേട്ടങ്ങൾ മാത്രം ജനങ്ങൾക്ക് മുമ്പിൽ എത്തുകയും ചെയ്യുമെന്ന് മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി P. അബ്ദുൽ ഹമീദ് MLAയുടെ പേരിലുള്ള സർക്കുലറിൽ പറയുന്നു. ഇത് വിവാദമായതോടെ ജില്ലാ കമ്മിറ്റി നിലപാട് മാറ്റി. വികസന സദസ്സിന്റെ ഭാഗമാകില്ല, സ്വന്തം നിലയിൽ നടത്തും. UDF സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനത്തിനൊപ്പമാണ് മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ കമ്മിറ്റിയെന്നും വിശദീകരണം. സർക്കാരിന്റെ വികസന സദസ്സിന്റെ ഭാഗമാകില്ലെന്നും സ്വന്തം നിലയ്ക്ക് നടത്തുമെന്നും P. അബ്ദുൽ ഹമീദ് MLA അറിയിച്ചു. 24 മലപ്പുറം. വയനാട് DCC ട്രഷററായിരിക്കെ ആത്മഹത്യ ചെയ്ത NM വിജയന്റെ ബാധ്യത തീർക്കാൻ കോൺഗ്രസ്. ബത്തേരി ഏർബൻ ബാങ്കിലെ കടബാധ്യത എത്രയും പെട്ടെന്ന് തീർക്കുമെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് വ്യക്തമാക്കി. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ സാന്നിധ്യത്തിൽ ചേർന്ന വയനാട് ജില്ലാ നേതൃയോഗത്തിലാണ് തീരുമാനമെടുത്തത്. നേതൃത്വം തങ്ങളോട് സംസാരിച്ചില്ലെന്നും സംസാരിച്ച ശേഷം ഇക്കാര്യത്തിൽ പ്രതികരണം നടത്താമെന്നും വിജയന്റെ മരുമകൾ പത്മജ വ്യക്തമാക്കി. ബത്തേരിയിലെ കോൺഗ്രസ് നേതാവ് വിജയൻ അദ്ദേഹത്തിൻ്റെ ആ കടബാധ്യത അടച്ചു വീട്ടാൻ കോൺഗ്രസ് പാർട്ടിയുടെ ഉത്തരവാദിത്തം ധാർമ്മികമായിട്ടാണ്, നിയമപരമായിട്ടല്ല. അത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് തന്നെ ആ കടബാധ്യത എത്രയും വേഗം ആ കടബാധ്യത അർബൻ ബാങ്കിലെ കടബാധ്യത ഞങ്ങൾ തന്നെ അടച്ചു വീട്ടുന്നതാണ്. NM വിജയന്റെ മരുമകൾ പത്മജയുടെ ആത്മഹത്യാശ്രമം, ഇതിനുശേഷമുണ്ടായ വിവാദങ്ങൾ. ഒടുവിൽ DCCക്ക് മുന്നിൽ NM വിജയന്റെ കുടുംബം കുത്തിയിരിപ്പ് സമരം നടത്തുമെന്ന പ്രഖ്യാപനം. ഈ സാഹചര്യത്തിലാണ് KPCC പ്രസിഡന്റ് നിലപാട് വ്യക്തമാക്കിയത്. നിയമപരമായ ഉത്തരവാദിത്തം ഇല്ലെങ്കിലും ധാർമ്മിക ഉത്തരവാദിത്തമുണ്ടെന്നും നേതൃത്വം വ്യക്തമാക്കുന്നു. നേതാക്കൾ തങ്ങളുമായി സംസാരിച്ചിട്ടില്ലെന്നും സംസാരിച്ച ശേഷം ഇക്കാര്യത്തിൽ നിലപാട് സ്വീകരിക്കുമെന്നും പത്മജ 24നോട് പറഞ്ഞു. എന്റെ അടുത്തോ എന്റെ ഭർത്താവിന്റെ അടുത്തോ നിലവിൽ ഇപ്പൊ NM വിജയന്റെ തലമുറ എന്ന് പറഞ്ഞിരിക്കുന്ന കുടുംബത്തിന്റെ അടുത്ത് അവർ സംസാരിച്ചിട്ടില്ല. അവർ സംസാരിക്കട്ടെ. ഇനി സംസാരിച്ചതിന് ശേഷം നമുക്ക് അതിന്റെ അഭിപ്രായം പറയാം. ഇന്നു ചേർന്ന DCC യോഗത്തിൽ മുള്ളൻകൊല്ലി മണ്ഡലം വൈസ് പ്രസിഡന്റും വാർഡംഗവുമായ ജോസ് നെല്ലിടത്തിന്റെ ആത്മഹത്യ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ചയായി. വിഭാഗീയതയിൽ ശക്തമായ താക്കീതാണ് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ യോഗത്തിൽ നൽകിയത്. മോശം പ്രവണതകൾ ഉണ്ടായാൽ കർശന നടപടികൾ ഉണ്ടാകുമെന്ന് KC വേണുഗോപാൽ നേതാക്കൾക്ക് മുന്നറിയിപ്പ് നൽകി. 24 വയനാട്. കൊച്ചി സേക്രഡ് ഹാർട്ട് കോളേജും മുത്തൂറ്റ് പാപ്പച്ചൻ ഗ്രൂപ്പും സംയുക്തമായി മാരത്തൺ സംഘടിപ്പിക്കുന്നു. എൻവിറത്തൺ എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന മാരത്തണിന്റെ ജേഴ്സി ലോഞ്ച് സേക്രഡ് ഹാർട്ട് കോളേജിൽ നടന്നു. ഈ മാസം 28-നാണ് മാരത്തൺ സംഘടിപ്പിക്കുന്നത്. 24 ആണ് എൻവിറത്തിന്റെ മാധ്യമ പങ്കാളി. അഞ്ച് കിലോമീറ്റർ, 10 കിലോമീറ്റർ, 21.5 കിലോമീറ്റർ വിഭാഗങ്ങളിലായാണ് മാരത്തോൺ ഒരുക്കിയിരിക്കുന്നത്. കായൽ സംരക്ഷണം എന്ന സന്ദേശം യുവാക്കളിലേക്ക് എത്തിക്കാൻ ലക്ഷ്യമിട്ട് എൻവിറത്തോൺ എന്ന പേരാണ് പരിപാടിക്ക് നിശ്ചയിച്ചിരിക്കുന്നത്. മാരത്തോണിന്റെ ജേഴ്സി പ്രകാശനവും മെഡൽ പ്രകാശനവും കൊച്ചി സേക്രഡ് ഹാർട്ട്സ് കോളേജിൽ നടന്നു. അത്ലറ്റ് അരുൺജിത്ത് ഉണ്ണികൃഷ്ണൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. അണ്ണാകുഞ്ഞും തന്നാലായതെന്ന് പറഞ്ഞ പോലെ നമ്മളാൽ പറ്റുന്നത് നമുക്ക് ചെയ്യാമല്ലോ, അല്ലേ? നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ നമുക്ക് നോക്കാം. അങ്ങനെ എല്ലാവരുടെയും വീട്ടിലെ കാര്യങ്ങൾ എല്ലാവരും നോക്കിക്കഴിഞ്ഞാൽ ദിസ് വേൾഡ് ക്യാൻ ബി എ ബ്യൂട്ടിഫുൾ പ്ലേസ്. ഈ മാസം 28-ന് സേക്രഡ് ഹാർട്ട്സ് കോളേജിൽ നിന്നാണ് മാരത്തോൺ ആരംഭിക്കുന്നത്. 21.5 കിലോമീറ്റർ മാരത്തോൺ കൊച്ചിയെ ചുറ്റി കോളേജിൽ തന്നെ അവസാനിക്കുന്ന രീതിയിലാണ് ക്രമീകരണം. ഈ ഒരു ആശയം നമ്മുടെ ഹെൽത്ത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ ഒരു ആശയം മുന്നോട്ട് വയ്ക്കുന്നു. ഒപ്പം എൻവയൺമെൻറ്റ്, അതോടൊപ്പം നമ്മൾ ജീവിക്കുന്ന ഭൂമി മനോഹരമായി സൂക്ഷിക്കുക, പുഴകളെ മനോഹരമായി സൂക്ഷിക്കുക എന്നൊക്കെ പറയുന്ന ഒരു മോട്ടോയാണ് ഞങ്ങൾ വെച്ചിരിക്കുക. റൺ ഫോർ ഹെൽത്ത്, ലേക്സ് അവർ വെൽത്ത് എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു മോട്ടോയായിട്ട്. എൻവിറത്തോൺ ജേഴ്സി ലോഞ്ചിന്റെ ഭാഗമായി വിദ്യാർത്ഥികളുടെ കലാകായിക പരിപാടികളും കോളേജിൽ ഒരുക്കിയിരുന്നു. മുത്തൂറ്റ് പാപ്പച്ചൻ ഗ്രൂപ്പുമായി സഹകരിച്ചാണ് മാരത്തോൺ സംഘടിപ്പിച്ചിരിക്കുന്നത്. 24 ആണ് എൻവിറത്തോണിന്റെ മാധ്യമ പങ്കാളി. 24 കൊച്ചി. അർജന്റീന ഫുട്ബോൾ ടീമിന്റെ സൗഹൃദ മത്സരത്തിന് കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം വേദിയായേക്കും. ഔദ്യോഗിക പ്രഖ്യാപനം 2 ദിവസത്തിനകം മുഖ്യമന്ത്രി നടത്തും എന്നാണ് സൂചന. സർക്കാർ തല പ്രശ്നങ്ങൾ പൂർത്തിയായെന്ന് GCDA ചെയർമാൻ K. ചന്ദ്രൻപിള്ള പറഞ്ഞു. തിരുവനന്തപുരം കാര്യവട്ടം സ്റ്റേഡിയത്തെയായിരുന്നു ആദ്യം പരിഗണിച്ചിരുന്നത്. എന്നാൽ ടീമിന്റെ സൗകര്യങ്ങൾ പരിഗണിച്ച് കൊച്ചിയെ തെരഞ്ഞെടുക്കുകയായിരുന്നു. നവംബറിലാണ് മത്സരം.
തിരുവനന്തപുരം പോത്തൻകോട് ശാന്തിഗിരി ആശ്രമത്തിൽ നാളെ പൂർണ്ണ കുംഭമേളയ്ക്കുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ. ആശ്രമം പ്രസിഡന്റ് സ്വാമി ചൈതന്യ ജ്ഞാനതപസ്വിയും ജനറൽ സെക്രട്ടറി സ്വാമി ഗുരുരത്നം ജ്ഞാനതപസ്വിയും ചേർന്ന് ചടങ്ങുകൾക്ക് തുടക്കം കുറിക്കും. രാവിലെ 5 മണിക്ക് ആരാധനയും തുടർന്ന് ഗുരുധർമ്മ പ്രകാശ സഭ അംഗങ്ങളുടെ പ്രത്യേക പുഷ്പാഞ്ജലിയും നടക്കും. തുടർന്ന് ധ്വജമുയർത്തും. 7 മണി മുതൽ പുഷ്പസമർപ്പണവും 10:30 ഗുരുദർശനവും നടക്കും. വൈകിട്ട് 4 കുംഭഘോഷയാത്ര. സംസ്ഥാന ടൂറിസം വകുപ്പ് സംഘടിപ്പിക്കുന്ന ചാമ്പ്യൻസ് ബോട്ട് ലീഗിന്റെ 5ാം സീസണിന് ആലപ്പുഴ കൈനഗിരിയിൽ തുടക്കമായി. നെഹ്റു ട്രോഫിക്ക് പിന്നാലെ CBL ആദ്യ മത്സരത്തിലും വില്ലേജ് ബോട്ട് ക്ലബിന്റെ വിയ്യപുരം ചുണ്ടൻ ജേതാക്കളായി. അടുത്ത മത്സരം 27-ന് കോട്ടയം താഴത്തങ്ങാടിയിൽ നടക്കും. വള്ളംകളിയുടെ മക്ക എന്നറിയപ്പെടുന്ന കൈനഗിരിയിൽ CBL മത്സരങ്ങൾക്ക് ആവേശത്തുടക്കം. ആദ്യ മത്സരത്തിന്റെ ഫൈനലിൽ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിനെ പിന്തള്ളി വില്ലേജ് ബോട്ട് ക്ലബിന്റെ വിയ്യപുരം ചുണ്ടന ആധികാരിക ജയം. നെഹ്റു ട്രോഫിക്ക് പിന്നാലെ വീണ്ടും അഭിമാന നേട്ടം. ശക്തരെ തന്നെ അടിച്ച് മലർത്തി തന്നെ ഞങ്ങൾക്ക് 1ാം സ്ഥാനം നേടാൻ സാധിച്ചു. തീർച്ചയായിട്ടും അഭിമാനത്തിന്റെ നിമിഷങ്ങളാണ് ഇനി അങ്ങോട്ട്. കൈനകരിയിൽ വില്ലേജ് ബോട്ട് ക്ലബ്ബ് വന്നിട്ട് ഇത് വേറൊരു തരം വാഴാൻ നമ്മൾ അനുവദിക്കാൻ പറ്റില്ലല്ലോ. മത്സരങ്ങളുടെ ഔദ്യോഗിക ഉദ്ഘാടനം മന്ത്രി PA മുഹമ്മദ് റിയാസ് ഓൺലൈനായി നിർവഹിച്ചു. തർക്കങ്ങളില്ലാതെയാണ് മത്സരം പൂർത്തിയായത്. അടുത്ത മത്സരം കോട്ടയം താഴത്തങ്ങാടിയിൽ നടക്കും. സംസ്ഥാന സർക്കാർ ഏറ്റവും മികച്ച മാതൃകയിലാണ് CBL നടത്തുന്നത്. നെക്സ്റ്റ് കോട്ടയത്താണ് നടത്തുന്നത്. 14 മത്സരങ്ങളുള്ള CBL ഡിസംബർ 6-ന് കൊല്ലത്തെ പ്രസിഡന്റ്സ് ട്രോഫിയോടെ സമാപിക്കും. 5.5 കോടി രൂപയാണ് സമ്മാനത്തുകയായി വിജയികൾക്ക് നൽകുന്നത്. 24 ആലപ്പുഴ. 24 റൗണ്ട് പൂർത്തിയാവുന്നു. നമസ്കാരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.